ഈസ്റ്ററിന് ഒരുങ്ങിയിരിക്കുന്ന യുഎയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ പെസഹ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ശുശ്രൂഷകളിൽ വിശ്വാസികളാണ് പങ്കെടുത്തത്. പീഠാനുഭവ വാരാചരണത്തിന് സമാപനം കുറിച്ച് ഗൾഫിലെ ക്രൈസ്തവ വിശ്വാസികളും ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രത്യാശയുടെയും പുനരുദ്ധാരണത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്ന ഈസ്റ്ററിന്റെ ഭാഗമായി യുഎയിലെയും ഒമാനിലെയും അടക്കം വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് തുടക്കമായി. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങൾ കടന്ന് പെസഹ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ശേഷമാണ് പ്രത്യാശയുടെ ഈസ്റ്റർ വന്നണയുന്നത്. ഒമാനിലെ റൂവി, ഗാല, സോഹാർ എന്നിവിടങ്ങളിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന ഭക്തി നിർഭരമായ ശുശ്രൂഷകൾക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ 24-ൻ്റെ ശ്രോതാക്കളായിരിക്കുന്നവരെ, ഈ പാഷൻ വീക്ക് വിശുദ്ധവാരം അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓശാനിൽ ആരംഭിച്ച് പെസഹായിലൂടെ പിതാവിൻ്റെ രക്ഷാകരമായ കുരിശാരോഹണത്തിലും ഉയർപ്പിലൂടെ നീളുന്ന വലിയ ശുശ്രൂഷയുടെ ഭാഗമാണ് ഇത്. ഉയർപ്പിൽ അവസാനിക്കുകയല്ല, ഉയർപ്പോടുകൂടി ആരംഭിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ, രക്ഷയുടെ പദ്ധതിയാണ്. ആ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ മാസങ്ങളിൽ 50 ദിവസത്തെ ആരാധനയും പ്രാർത്ഥനയുമായിട്ട് കഴിയുകയാണ്. 40 days എല്ലാ സന്ധ്യാ നമസ്കാരങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങളിൽ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലുമായിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്നു. സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ജോലി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ വരാൻ. എന്നാൽ അതിലൊക്കെ സമയങ്ങളൊക്കെ കണ്ടെത്തി ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമാണ് ആരാധനാ കർമ്മങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 50 നോമ്പാചരണത്തിന് സമാപനം കൂടിയാണ് ഈസ്റ്റർ. കുരിശുമരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈസ്റ്റർ പ്രത്യാശയുടെയും പുനരുദ്ധാരണത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ യാത്രയുടെ അവസാനമാണ് ഹോളി വീക്കിലൂടെ നാം അനുസ്മരിക്കുന്നത്. അത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആകത്തുകയാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്ന സുന്ദര നിമിഷങ്ങളാണ്. മനുഷ്യജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ആഴ്ചയായി നമുക്കിതിനെ കാണാം. രാജാതി രാജാവായി ഹോശാന പെരുന്നാളിൽ ലോകം യേശുവിനെ കാണുമ്പോൾ കഠിനതയുള്ള കാലയളവുകളിലൂടെ നടക്കുന്ന ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള പ്രയാണവും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മകുടതയിലേക്കുള്ള യാത്രയും ഒരുപോലെ സ്മരിക്കുന്ന ഒരനുഭവമാണിത്. അതുകൊണ്ട് ദുഃഖത്തിൻ്റെ താഴ്വരയ്ക്കപ്പുറം, കുരിശിൻ്റെ അനുഭവങ്ങൾക്കപ്പുറം ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരനുഭവം സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുന്നതിന് ഈ വിശുദ്ധവാര ആചരണം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മൊതുക്കി ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി മസ്കറ്റിലെ പ്രധാന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നിരുന്നു. യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മൊതുക്കി വൈദികർ 12 പേരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. നീണ്ട 50 ദിവസത്തെ ഉപവാസം
അതിനുശേഷം 40-ാം വെള്ളിയാഴ്ച ഹോശാന ശുശ്രൂഷ, പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഇന്ന് ദുഃഖവെള്ളിയുടെ ദിനമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രവാസികളും ഈ ദേവാലയങ്ങളിൽ ഒത്തുകൂടുന്ന ദിവസമാണ്. യേശുക്രിസ്തുവിനെ ത്യാഗസ്മരണ പുതുക്കി ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണങ്ങളും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദേവാലയങ്ങളിലും എത്തിയത്. സാധാരണ മറ്റ് വെള്ളിയാഴ്ചകളെ അപേക്ഷിച്ച് പലപ്പോഴും അവരുടെ ജോലികളുടെ ബുദ്ധിമുട്ടുകൊണ്ട് എത്താൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ വലിയ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഒമാന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള, എല്ലാ ക്യാമ്പുകളിൽ നിന്നുമുള്ള എല്ലാ വിശ്വാസികളും ഈ ദേവാലയത്തിൽ, ഇന്നത്തെ ഈ ദേവാലയത്തിന്റെ പരിസരത്തിൽ ശ്രദ്ധിച്ചാൽ എല്ലാവരെയും നമുക്ക് കാണും. പുതിയ ഒരുപാട് മുഖങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിശുദ്ധ വാരാഴ്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം, ക്രൈസ്തവരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരാഴ്ചയാണ്. എല്ലാ ക്രൈസ്തവരും ഈ വിശുദ്ധ വാരാഴ്ചയിൽ പള്ളികളിൽ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും കൃത്യമായി കൂടുതലായി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആഴ്ചകൾ കൂടിയാണ്. അതുകൊണ്ട് വിശുദ്ധ വാരാഴ്ച ഉയർപ്പോടുകൂടിയാണ് അവസാനിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും അതിരാവിലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നു. ഒമാൻ മാർത്തോമ ഇടവകയുടെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ സഭയുടെ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റെവറന്റ് PD ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. മസ്കറ്റ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ നടന്ന പീഠാനുഭവ ശുശ്രൂഷകൾക്ക് മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മസ്കറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ഇടവകയിൽ ഇടവക മെത്രോപൊലീത്ത സഖറിയാസ് മാർ ഫിലിക്സിനോസും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. രണ്ടാമത് കുരിശ് നൽകുന്നതായ പ്രത്യാശ രക്ഷയുടെ പ്രത്യാശയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യാശയാണ്. പിതാവ് തന്നോടൊപ്പം കുരിശിക്കപ്പെട്ടവനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലാകുമെന്ന്. അത് വലിയ സ്വാതന്ത്ര്യമാണ്. ഇന്നലെ അവരെ ലഭിക്കാത്ത സ്വാതന്ത്ര്യം അവന് ലഭ്യമാവുകയാണ്. ഒപ്പം തന്നെ അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. തൻ്റെ സ്നേഹമുള്ള ശിഷ്യനോടും പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അത് കരുതലിൻ്റെ ഒരു ശുശ്രൂഷയാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശുശ്രൂഷ നമ്മിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മണലാരണ്യത്തിൽ ആയിരിക്കുന്ന സഭ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയാണ്. പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ഐക്യവും വ്യക്തമായി കാണുവാനും ദർശിക്കുവാനും സാധിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവിടെ മതങ്ങളില്ല, വിഭാഗീയതയില്ല, കക്ഷി രാഷ്ട്രീയങ്ങളില്ല. ഞങ്ങളൊന്ന് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം. ആ മലയാളി സമൂഹത്തിന് എല്ലാ നന്മകളും എല്ലാ ഭാവങ്ങളും നേരുന്നു. UAE-ലും പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളുമായി ദേവാലയങ്ങൾ സജീവമായിരുന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മുഖ്യ കാർമ്മികനായിരുന്നു. തോമസ് മുട്ടുവേലി കോറെപ്പിസ്കോപ്പ, ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. കബറടക്ക പ്രാർത്ഥനയ്ക്ക് ശേഷം കൈപ്പുനീരും നേർച്ചക്കഞ്ഞിയും വിശ്വാസികൾക്കായി ഒരുക്കിയിരുന്നു. പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും ഒരുക്കിയിരുന്നു.